الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഇസ്ലാമിക അധ്യാപനങ്ങളെ ജീവിതത്തിൽ പകർത്തി നല്ലവരായ സ്വാലിഹീങ്ങളായി മുത്തഖീങ്ങളായി ജീവിക്കാൻ ഓരോരുത്തരും ശ്രമിക്കണേ എന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അള്ളാഹു നമ്മയെല്ലാം ഇഷ്ടപ്പെടുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നിലവിലുണ്ടായിരുന്ന ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോവുകയും നമ്മുടെ ആരാധനകളെ, ഇസ്ലാമിൻ്റെ ദീനിയായ ആരാധനാ കർമ്മങ്ങളെ നാം ശ്രദ്ധിക്കുന്ന ഹിജറ കലണ്ടർ പ്രകാരമുള്ള ഒരു വർഷത്തിൻ്റെ അവസാന ദിവസവും നാളെ ഒരു പുതിയ വർഷം ആരംഭിക്കാനിരിക്കുകയും ചെയ്യുകയാണ്. സ്വാഭാവികമായും ഒരു കലണ്ടറിൻ്റെ തലപ്പത്ത് ഹിജറ കലണ്ടർ എന്ന് വരാൻ കാരണങ്ങളുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സംഭവമാണ് അവർ ആ ഹിജറ കലണ്ടർ സ്വീകരിക്കാനുണ്ടാക്കിയ മാനദണ്ഡം. ഒട്ടനേകം സംഭവങ്ങൾക്കിടയിൽ നിന്ന് ഹിജറയെ തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തായിരിക്കും? അവർക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത, ആ നാട്ടിൽ അന്ന് ഹിജറ പോയ കുട്ടികൾക്ക് പോലും വിസ്മരിക്കാൻ പറ്റാത്ത ചരിത്ര സംഭവമാണ് ഹിജറ. നമ്മളെല്ലാം മനസ്സിലാക്കിയതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 13 കൊല്ലത്തെ മക്കയിലെ പ്രവാചകത്വ ജീവിതം, അന്ന് നബിതങ്ങൾക്കൊരു സംരക്ഷകനായി അബൂ ത്വാലിബിന്റെ സംരക്ഷണം ഉണ്ടായിരുന്നു. വല്ലാതെ അമിതമാകുന്ന സമയത്ത് ഒന്ന് ഇടപെടാൻ. പക്ഷെ അബൂ ത്വാലിബിന്റെ മരണം കഴിഞ്ഞതോടുകൂടെ അക്രമ പരമ്പരകൾ അധികരിക്കുകയും നബിതങ്ങളെ കൊല്ലാൻ, അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിച്ചവരെ മുഴുവൻ മർദ്ദിച്ചില്ലാതെയാക്കാനുള്ള ശക്തമായ ശ്രമങ്ങൾ അവിടെയുണ്ടായി. അവരുടെ വീറും വാശിയും എല്ലാം കൂടി. എന്തിനേറെ, മക്കയിലേക്ക് മദീനയിൽ നിന്ന് ആളുകൾ ഒന്ന് വന്നു പോയാൽ തന്നെയും മദീനക്കാർ പലരും ഇസ്ലാം സ്വീകരിക്കാൻ തുടങ്ങി. ഇതിവർക്ക് വല്ലാത്ത ആവേശമായി ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ആക്രമിക്കാൻ.
ദാറുൻ നദുവയിൽ ഖുറൈശി നേതാക്കന്മാരെല്ലാവരും കൂടെ ഒരു തീരുമാനം ഇങ്ങനെ ചർച്ച ക്ഷണിക്കാം. നമ്മൾ എന്തു ചെയ്യും? ഇസ്ലാം വളരെയാണ്, ആളുകൾ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി കയറി വരികയാണ്. മുഹമ്മദ് അവന്റെ ദൗത്യവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണം. അങ്ങനെ ഖുറൈശികളുടെ യോഗം കൂടി അവരെടുത്തൊരു തീരുമാനമായിരുന്നു, നമുക്ക് ഈ പ്രവാചകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ മനുഷ്യനെ നമുക്ക് എവിടെങ്കിലും പിടിച്ച് തടവിലാക്കണം, കെട്ടിയിടണം. അല്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ ഈ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടുകാരും കാണാത്തൊരു രാജ്യത്തേക്ക് നാട് കടത്തണം. ചിലരൊക്കെ പറഞ്ഞു, എന്തിനാണ് ഇത്ര പ്രയാസപ്പെടുന്നത്, നമുക്കങ്ങ് കൊന്നുകളയാം, ഇനി ആ മനുഷ്യൻ ഇവിടെ വളരാൻ പാടില്ല എന്ന ചിന്താഗതി അന്ന് മീറ്റിംഗ് കൂടിയിട്ട് ഖുറൈശികൾക്കിടയിൽ പാസ്സാക്കുക. അങ്ങനെ എല്ലാവരും ഓരോ തീരുമാനങ്ങൾ, പല ശ്രമങ്ങൾ, ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തർക്ക് ചുമതല കൊടുത്തു നബിനെ കൊല്ലാൻ. ഓരോ ഗോത്രത്തിൽ നിന്നൊരു ലീഡർ. അങ്ങനെ പലർക്കും ഡ്യൂട്ടി വരെ വിഭജിച്ചു കൊടുത്തു. അത്രമാത്രമുള്ള പദ്ധതികൾ ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഹിജറ പോകാൻ അള്ളാഹുവിന്റെ അനുവാദം അവിടുന്ന് ലഭിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് ജീവിത കാലഘട്ടത്തിന്റെ അദ്ദേഹത്തിന്റെ ഭരണകാലത്തുണ്ടായ ഒരു സംഭവ വികാസത്തെ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അവിടുന്ന് അവർ പല കാര്യങ്ങളും കുറിച്ചു വെക്കാൻ തീയതികൾ രേഖപ്പെടുത്തുക, എഴുത്തുകുത്തുകൾ കൈമാറുക, അതുപോലെയുള്ള ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്കൊരു തീയതി ഇല്ലായിരുന്നു. അവർ മാറ്റർ എഴുതും, എന്നിട്ട് ജനങ്ങൾക്ക് അത് കത്തയക്കും. അതിലൊരു തീയതി പറയാൻ അവർക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ജനങ്ങളെ എല്ലാം വിളിച്ചു വരുത്തി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം എത്തിയപ്പോൾ, ഹിജറ എല്ലാം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് 17 കൊല്ലം വരെ കഴിഞ്ഞിട്ട് ഒരു യോഗത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നമുക്കൊരു കലണ്ടർ വേണം, പക്ഷെ നമ്മൾ എന്തിനെ അടിസ്ഥാനമാക്കി വേണം? ചിലർ പറഞ്ഞു നബിന്റെ ജനനമായിക്കോട്ടെ, ചിലർ പറഞ്ഞു നബിന്റെ മരണമായിക്കോട്ടെ. ഒരുപാട് അഭിപ്രായങ്ങൾക്കിടയിൽ കൂടുതൽ ആളുകളും എഴുന്നേറ്റ് നിന്ന് സ്വരത്തിൽ പറഞ്ഞത് ഹിജറയാവട്ടെ, നമുക്ക് അങ്ങനെ ഒരു തീയതി കാണുന്നുവെങ്കിൽ. അതായിരുന്നു നമുക്ക് ഏറ്റവും പ്രധാനമായി ഞങ്ങൾക്ക് മനസ്സിനെ വല്ലാതെ തട്ടിയതെന്ന് അവർ ഓർമ്മപ്പെടുത്തുന്ന ആ മീറ്റിംഗിലെ ചർച്ചകൾ നമുക്ക് കാണാൻ സാധിക്കുമെന്നർത്ഥം. അൽ ഹിജറതു ഫറഖത് ബൈനൽ ഹഖി വൽ ബാതിൽ. അവിടെ വെച്ചുകൊണ്ട് സ്വഹാബത്തിന്റെ ഇടയിൽ വെച്ച് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ്, ഹിജറക്കാണ് ഞാനും പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം അൽ ഹിജറത്തു, ഈ ഹിജറ എന്നത് ഫറഖത് ബൈനൽ ഹഖി വൽ ബാതിൽ, ഹഖിനെയും ബാത്തിലിനെയും വേർതിരിച്ച് കാണിച്ചു തന്നതായിരുന്നു ആ ചരിത്രം. അത് മറക്കാൻ പറ്റാത്ത സംഭവമാണ്. ഏത് മാസം കൊണ്ടാണ് വർഷം ആരംഭിക്കുക എന്ന കണക്കുകളെല്ലാം വന്നപ്പോൾ അവർ പറഞ്ഞു മുഹറം മുതൽ തുടങ്ങാമെന്ന് തീരുമാനിച്ചു. പ്രവാചകന്റെ ഹിജറ റബീഉൽ അവ്വലിലാണ് നടന്നതെങ്കിലും ഹിജറക്കുള്ള എല്ലാ ഒരുക്കങ്ങൾ നടന്നത് മുഹറം മാസം മുതലായിരുന്നു. ഇസ്ലാമിന് ഒരു കലണ്ടർ വേണമെന്ന ആവശ്യം വന്നപ്പോഴും അവർ ആ നിലക്ക് തന്നെ ഹിജറയെ തീരുമാനമാക്കി. നാട് വിട്ടുകൊണ്ട്, സ്വന്തം ജന്മനാട് വിട്ടുകൊണ്ട് ഒരു ഉല്ലാസ യാത്രയല്ല. നമ്മളൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ ഇങ്ങനെ വല്ലാതെ ബോറടിക്കുമ്പോ ഒന്ന് കറങ്ങാൻ പോവുക, അതല്ല. ഒരു നാട്ടിലിങ്ങനെ കുറെ കാലം നിൽക്കുമ്പോ നമുക്ക് ഇങ്ങനെ തോന്നൂല വേറെ നാട്ടിൽ പോയൊക്കെയാലോ ഒരു സുഖത്തിന്. അല്ല, ഇത് ഉല്ലാസ യാത്രയായിരുന്നില്ല, ഒരിക്കലും കൊതിച്ചതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പലപ്പോഴായി ഹസറ എന്ന അവിടുത്തെ ഭൂപ്രദേശത്ത് എത്തിയിട്ട് അവിടുന്ന് ഹിജറ പോകുമ്പോ പറയുന്നുണ്ട്, വല്ലാഹി ഇന്നി അഹബ്ബു ഇലല്ലാഹ്, മക്ക എനിക്ക് നിന്നെ അങ്ങേയറ്റത്തെ ഇഷ്ടമാണ്. ഇന്നീ ഖറജ്തു, ഈ നാട്ടിൽ നിന്ന് ഞാൻ പോകൂലായിരുന്നു, ഈ നാട്ടുകാർ എന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ, എനിക്കെല്ലാ സ്വാതന്ത്ര്യവും നൽകി ഇവിടെ നിൽക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകൂലായിരുന്നു. ഇഷ്ടമില്ലാഞ്ഞിട്ട് പോയതല്ല, നാട് ഇഷ്ടപ്പെടാഞ്ഞിട്ട് പോയതല്ല, പോകേണ്ട സാഹചര്യം വന്നപ്പോഴാണ് അതുണ്ടായത് എന്നർത്ഥം. നമ്മൾ ആലോചിക്കുക, നമ്മളൊരു ഇസ്ലാമിക രാജ്യത്തല്ല ജീവിക്കുന്നത്. എന്നിട്ട് നമ്മൾ നിസ്കരിക്കുന്നു.
എന്നിട്ട് നമ്മൾ ഉളുഹിയ്യത്ത് നടത്തുന്നു. എന്നിട്ടും നമ്മൾ ഇസ്ലാമികമായ എല്ലാ ആരാധനാ കർമ്മങ്ങളും നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ മനസ്സിൽ പ്രാർത്ഥനയുണ്ടാവണം, പടച്ച റബ്ബേ അത് നിലനിർത്തി കിട്ടണം. ഇവിടെ നിർഭയമായി നമ്മുടെ ആരാധനാ കർമ്മങ്ങളെ സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനാ, റബ്ബേ ഈ രാജ്യത്തിനെ നിർഭയത്വത്തിന്റെ രാജ്യമാക്കി മാറ്റിത്തരണേ എന്ന മനസ്സിന്റെ പ്രാർത്ഥനയുണ്ടാവണം. ഒരു മുസ്ലിമായി ഈമാനോടെ ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖിന് വേണ്ടിയുള്ള മോഹം നമുക്ക് ആവശ്യമാണ്. ഒരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് എത്തിച്ചേരാവുന്ന പല പ്രദേശങ്ങളുണ്ടല്ലോ, പല യാത്രകളുണ്ടല്ലോ. എന്നാൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിക്കാൻ അധികം പ്രയാസങ്ങളില്ലായിരുന്നു. എന്നിട്ടും ഇസ്റാ മിഅ്റാജ് പോലെയുള്ള വലിയ വലിയ സംഭവങ്ങൾ എന്തിനാ നബി തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്? അതിൽ പാഠങ്ങൾ പഠിക്കാൻ വേണ്ടി തന്നെയാണ്. അത് മക്കയിലാകുമ്പോഴാ സംഭവിക്കുന്നത്. 1447 വർഷം മുമ്പ് നടന്ന ഒരു ചരിത്രം ഖിയാമത്ത് നാൾ വരെയുള്ള വിശ്വാസികൾക്ക് പാഠമാണ്. ഒരു കലണ്ടർ മാറ്റി പുതിയൊരു കലണ്ടറിൻ്റെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ജസ്റ്റ് ഒരു പേപ്പർ മാറല്ല എന്നർത്ഥം. അതിൻ്റെ പിന്നിലുള്ള ചരിത്രങ്ങൾ ഒരു മുഅ്മിനിന് അല്ല, ഏത് കാലത്തും മുഅ്മിനീങ്ങൾക്ക് വലിയ പാഠമുണ്ട്. അതിൽ ഒന്ന് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുക എന്നതാണ്. ഒരു രക്ഷയുമില്ല എന്ന് പറയില്ലേ, രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലാത്ത മക്കക്കാരുടെ ഇടയിൽ നിന്ന് അവർ അറിയാതെ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഹിജറയുടെ വഴിയോരങ്ങളിലൂടെ നടന്നു നീങ്ങാൻ എന്ത് വൈഭവമാണ് അവരുടെ കയ്യിലുണ്ടായിരുന്നത്. അള്ളാന്റെ സഹായം കിട്ടി. നമ്മൾ എവിടെയാവട്ടെ നസ്റുള്ള അള്ളാന്റെ സഹായം ലഭിക്കുക. നബി തങ്ങളുടെ വീട് ശത്രുക്കൾ വളഞ്ഞിരുന്നു. ഒന്ന് പുറത്തിറങ്ങിയാൽ നബിനെ വധിച്ചു കളയാനുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നു. അവർ പല തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നു. അള്ളാന്റെ ഖുർആൻ പറയാണ് വയം ഖുറൂന, അവർ പല തന്ത്രങ്ങളും നബിനെ ഇല്ലാതാക്കാൻ ചെയ്തിരുന്നു. വയം ഖുറുല്ലാ, മറുഭാഗത്ത് അള്ളയും ചില തന്ത്രങ്ങളൊക്കെ നടത്തി. അവസാനം വല്ലാഹു ഖൈറുൽ മാകിരീൻ, അള്ളാഹുവാണ് ഏറ്റവും നല്ല തന്ത്രശാലി. അതിനെ തോൽപ്പിക്കാനൊന്നും ആരെ കൊണ്ടും കഴിയില്ല. അള്ളാഹ് ഒരാളെ സഹായിക്കാൻ തീരുമാനിച്ചാൽ അതിനെ തോൽപ്പിക്കാൻ ഒരാൾക്ക് കഴിയില്ല. രണ്ടാമത്തെ പാഠം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹിജറക്ക് വേണ്ടി മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോണ സമയത്ത് അമാനത്തായി ഉള്ള ചുമതലകൾ മുഴുവൻ തീർത്തിട്ടാ പോണത്. പ്രവാസികളായ ആളുകൾ ശ്രദ്ധിക്കുക, നാട്ടിലധികം താമസിക്കാത്ത ആൾക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ ഇനി തിരിച്ചു വരുമോ എന്നോ ഇനി എന്ന് വരുമെന്നോ ഇല്ലാത്ത അവസ്ഥകൾ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ആ യാത്രക്ക് പോകുന്നതിന്റെ മുമ്പ് ഖുറൈശികൾ പല പദ്ധതികൾ ഇങ്ങനെ ആലോചിച്ചു വപ്പോഴൊക്കെ എല്ലാം തന്നെ നബിതങ്ങൾ അവിടുന്ന് ഓരോരുത്തരുടെ ചുമതലപ്പെടുത്തപ്പെട്ട ചില സംഭവം കയ്യിലുണ്ടായിരുന്നു. അതൊക്കെ അതിന്റെ അവകാശികൾക്ക് കൊണ്ടുപോയി കൊടുത്തു. ഖുറൈശികൾ വിശ്വസ്തനായതുകൊണ്ട് തന്നെ നബിതങ്ങളുടെ കയ്യിൽ പലതും കൊണ്ടുവന്ന് ഏൽപ്പിച്ചിരുന്നു. അതൊക്കെ അതിന്റെ കൃത്യമായ സാക്ഷികൾ സഹിതം ഏർപ്പാട് ചെയ്തതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്തത്. ഒരാളുടെയും അന്യായമായ ഒരു ഹക്ക് നമ്മുടെ കയ്യിൽ പെടാൻ പാടില്ല. വല്ലദീനഹും ലിയമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ, അമാനത്ത് പാലിക്കുന്നവരാണ് മുഅ്മിനീങ്ങള്. വിശ്വസ്തത എന്നതൊരു വലിയ ബാധ്യതയാണ്. അത് ഒരിക്കലും വീഴ്ച വരുത്താൻ പാടില്ല. നമ്മുടെ നമസ്കാരം, നമ്മുടെ താടി, നമ്മുടെ തൊപ്പി, നമ്മുടെ വസ്ത്രം, നമ്മുടെ സംസാരം കണ്ട് നമ്മളെ ഒരാൾ അമാനത്തോടെ വല്ലതും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാളോട് വഞ്ചന കാണിക്കുന്നത് ഖിയാനത്താണ്, മുനാഫിഖീങ്ങളുടെ അടയാളമാണ്. വിശ്വസിച്ചാൽ അവൻ ചതിച്ചു കളയും. നമ്മളെ നല്ലൊരു കാര്യം കൊണ്ട്, നമ്മുടെ പല പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മളോട് ആളുകൾക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അതിനെ ചതിക്കുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. നബി തങ്ങൾ അമാനത്തൊക്കെ കൃത്യമായി ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിച്ചിട്ടാണ് അവിടുന്ന് ഇറങ്ങിയത്. 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യാത്ര പോകുന്നതിന്റെ മുമ്പ് കൂടിയാലോചന നടത്തി. ആര്? ലോകത്തിലെ ഏറ്റവും ശറഫാക്കപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, വഹി വരുന്ന നബി, വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന നബി,
നബിക്ക് വഹ്യ് കിട്ടുന്നു, സത്യത്തിന്റെ പ്രചാരകനായി അള്ളാന്റെ സംരക്ഷണം കിട്ടുന്ന നബി തന്റെ മുമ്പിലുള്ള ആളുകളോട് നമ്മൾ എങ്ങനെ പോകണം, ഏത് വഴിയിലൂടെ പോകണം, എപ്പോഴാ നമ്മൾ ഇറങ്ങേണ്ടത്? ഒരു കൂടിയാലോചന. നമ്മളൊക്കെ കുടുംബമുള്ള ആളുകളാണ്, നമ്മളൊക്കെ പ്രസ്ഥാനത്തിലുള്ളവരാണ്, പള്ളിയും മദ്രസകളും ദീനീ സ്ഥാപനങ്ങൾ കൊണ്ടു നടക്കുന്നവരാണ്. നമുക്കുണ്ടാകേണ്ടുന്ന അടിയന്തിരമായ നമ്മുടെ സ്വഭാവമാണ് കൂടിയാലോചനകൾ ഉണ്ടാവണം. പല ബിസിനസ് സാമ്രാജ്യങ്ങളുടെയും ഉടമകൾ പൊട്ടി പാളീസാകുന്നു. അവൻക്ക് കൂടിയാലോചിക്കാൻ ഒരാളില്ല, അവന്റെ സ്വന്തം തീരുമാനമാണ്. അവൻ പൊട്ടിയാൽ അവന്റെ കയ്യിൽ പണം ഏൽപ്പിച്ചവരൊക്കെ പൊട്ടാണ്. ബിസിനസിൽ, കുടുംബത്തിൽ, ഏത് കാര്യത്തിലും അള്ളാന്റെ ഖുർആനിലെ വിശുദ്ധമായ വചനങ്ങൾക്കിടയിൽ ഒരു സൂറത്തിന്റെ പേര് ശൂറാ, കൂടിയാലോചന. ചെറിയ കാര്യമാണോ? സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാക്കുണ്ട്, അവർക്കിടയിൽ നബിയെ നിങ്ങൾ ജീവിക്കുമ്പോ വശാവിർഹും ബൈനഹും, അവർക്കിടയിൽ നബിയെ നിങ്ങൾ കൂടിയാലോചന നടത്തണം. യുദ്ധത്തിന് പോകുക, സ്വഹാബത്തിനെ വിളിച്ചിട്ട് ചോദിക്കും നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്. അവിടെ വീട്ടിൽ ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിന്റെ ഇടയിൽ ഉണ്ടാവേണ്ട വല്ലാത്തൊരു ഗുണമാണ് കൂടിയാലോചന ഉണ്ടാവുക. എന്തൊരു കാര്യത്തിലും അധികം ആളുകളും സഞ്ചരിക്കാത്ത ഒരു വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കൂടിയാലോചിച്ചൊരു തീരുമാനം എടുത്തു. സാധാരണ എല്ലാവരും ഈ വഴിയാണ് പോകുന്നത്, നമുക്ക് ഈ വഴിയിലൂടെ പോകാം. ഒരു കൂടിയാലോചനയുടെ ഭാഗമാണ്. പിന്നെ വേണ്ടുന്ന പദ്ധതികളൊക്കെ ചെയ്ത് വെറും തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് കയറി കിടക്കില്ല. ഭക്ഷണം എത്തിക്കാൻ ഒരാളെ ചുമതലപ്പെടുത്തി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട അസ്മാ ബിൻത് അബീ ബക്കർ, അബൂബക്കറിന്റെ മോള്, ഒരു പെണ്ണാണ്. ഈ പറഞ്ഞ സ്വകാര്യമായി നബിതങ്ങളും ഒരു പോകുന്ന വഴിയിലേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത്. ഒരാൾ ഒറ്റക്ക് പോകാൻ പാടില്ല, എത്ര ധീരനാണെങ്കിലും ശരി, ഇതൊരു യാത്രയാണ്. അതുകൊണ്ട് തന്നെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തൊരു കൂട്ടുകാരനുണ്ടായി. വഴിയറിയാത്ത ഏരിയയാണ്. എത്ര ലൊക്കേഷൻ മാപ്പുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഒന്ന് ചോദിക്കുക, ഇത് തന്നെയല്ലേ റൂട്ട്, ഇത് തന്നെയല്ലേ വഴി? നബിതങ്ങൾക്ക് വഴി പോകുന്ന വഴിയിൽ അബ്ദുല്ലാഹിബിൻ ഉറൈഖി തന്ന മുസ്ലിമല്ലാത്തൊരു മനുഷ്യനെ കൂടെ കൊണ്ടുപോയി. അദ്ദേഹത്തിന് ഊടുവഴികൾ അറിയാമായിരുന്നു. ഇതൊക്കെ ഒരു മുസ്ലിം പഠിക്കുക. മതേതര സമൂഹത്തിൽ എല്ലാവരും മിക്സഡായി ജീവിക്കുന്നവരാ. ഭൗതികമായ കാര്യങ്ങളിൽ എല്ലാവരുടെയും സഹായം വേണ്ടെടുത്ത് ഉപയോഗിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കേണ്ടി വന്നു. കാരണം ശത്രുക്കൾ അറിഞ്ഞു ഇവർ പുറത്തു പോയിട്ടുണ്ട്. കൊല്ലാൻ വേണ്ടി, വധിക്കാൻ വേണ്ടി അവർ തയ്യാറായി വരികയാണ്. ആ ഗുഹന്റെ അടുത്ത് വരെ എത്തി അവരൊന്ന് താഴോട്ടൊന്ന് ഇറങ്ങി നോക്കിയാൽ ഇവരെ രണ്ടുപേരെയും കാണുമായിരുന്നു. അവിടുന്ന് നബിതങ്ങൾ ചോദിച്ചു, യാ അബാ ബക്കർ, അല്ല അബൂബക്കറെ, എന്തിനാ വല്ലാതെ പേടിക്കുന്നത്, അസ്വസ്ഥനാകുന്നത്? മാ വന്നുക ബിസ്നൈൻ, നമ്മൾ രണ്ടാളുകളെ കുറിച്ച് താങ്കൾ എന്താ വിചാരിക്കുന്നത്? അല്ലാഹു സാലിസുഹുമാ, ഇവിടെ നമുക്ക് സംരക്ഷകനായി മൂന്നാമതൊരു അള്ളയുണ്ട്. ഏത് പ്രതിസന്ധികളുടെ കൂമ്പാരങ്ങൾ വന്ന് നെഞ്ചത്ത് വന്ന് അടിക്കുമ്പോ, പൊറുതിമുട്ടുകൾക്കിടയിൽ ജീവിക്കുമ്പോ, അസ്വസ്ഥമായ ജീവിതത്തിന്റെ നൈരന്തര്യ ഘട്ടങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോ, എന്റെ പടച്ചോൻ എനിക്കൊരു വഴി കാണിക്കുമെന്ന ഏറ്റവും നല്ല ശുഭാപ്തി വിശ്വാസമുള്ള പ്രതീക്ഷയുള്ളവരായി നമ്മൾ മാറിയിട്ടുണ്ടോ? ആവണം നമ്മൾ. എന്റെ റബ്ബ് എന്നെ സഹായിക്കുമെന്ന പ്രതീക്ഷ. അവിടുന്ന് ആ ഗുഹയിലെ 3 ദിവസത്തെ അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് അങ്ങോട്ട് വീണ്ടും യാത്രയാരംഭിക്കുക. മക്കയിലും മദീനയിലുമുള്ള ആ പ്രദേശങ്ങളും കുന്നും മലകളൊക്കെ എല്ലാവർക്കും അറിയാം. തറച്ചു നിൽക്കുന്ന കല്ലുകൾക്കിടയിലൂടെയാണ് യാത്ര. വലിയ വിശാലമായ തവക്കുൽ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായി. 4ാമത്തെ ഗുണപാഠം നമ്മൾ പഠിക്കുക. ആദർശമായിരുന്നു അവർക്ക് വലുത്. എന്റെ വീട്, എന്റെ കുട്ടി, എന്റെ ഭാര്യ, അവരൊക്കെ വിട്ട് ഞാൻ പോവേ? അവർക്ക് തോന്നിയില്ല. ആദർശമാണ് വലുത്, ദീനാണ് വലുത്. മഹാനായ സുഹൈബുർ റൂമി റളിയല്ലാഹു അൻഹു, അദ്ദേഹം മക്കയിലേക്ക് റോമിൽ നിന്ന് വന്ന മനുഷ്യനാണ്. മക്കയിൽ വന്ന് ഒരുപാട് സമ്പത്തുണ്ടാക്കി, നല്ല മിടുക്കനായ കച്ചവടക്കാരനായി. സുഹൈബുർ റൂമി മക്കയിൽ നിന്ന് ഹിജറ പോകുന്ന സമയത്ത് ഖുറൈശികൾ അദ്ദേഹത്തിന്റെ
കൃത്യമായി അദ്ദേഹത്തെ ഫോളോ ചെയ്ത് പിടിച്ചു വെച്ചിട്ട് ചോദിച്ചു, ദരിദ്രനായി മക്കയിൽ വന്ന സുഹൈബേ, നീ ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ ദരിദ്രനായിട്ടേ പോകാൻ പാടുള്ളൂ, പണം മുഴുവൻ ഞങ്ങൾക്ക് തരണം. നീണ്ട ആയുഷ്കാലം മുഴുവൻ സമ്പാദിച്ച സമ്പാദ്യം ഞങ്ങൾക്ക് തരാതെ ഈ മക്ക വിട്ടു പോകാൻ സുഹൈബേ നിനക്ക് സാധ്യമല്ല, കൊന്നുകളയും ഞങ്ങൾ. കൊടുക്കോ? മഹാനായ സുഹൈബ് റൂമി പറഞ്ഞു, ഞാനത് തരാം. ഞാൻ ഉണ്ടാക്കിയ കൂമ്പാരങ്ങൾ എനിക്ക് വേണ്ടെന്ന് വെക്കാൻ, എനിക്ക് എന്റെ ദീനൊന്ന് നിലനിർത്തി ദീനിയായി ജീവിക്കണമെന്നാ പ്രഖ്യാപിച്ചത്. അദ്ദേഹം കൃത്യമായി നിർദ്ദേശം കൊടുത്തു, സ്വത്തുക്കൾ അവർക്ക് വിട്ടുകൊടുത്തു. അവർ പല നിലക്കുമുള്ള ദേഹോപദ്രവങ്ങളിലേക്ക് പോകുമെന്ന അവസ്ഥയിലേക്ക് എത്തി. പല വാഗ്ദാനങ്ങൾ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കി. പക്ഷെ അവിടെ നിന്നെല്ലാം വിട്ടുപിരിഞ്ഞ് ആ സ്വത്ത് മുഴുവൻ അവർക്ക് വഴി കാണിച്ചു കൊടുത്തു. നിങ്ങളത് എടുത്തോളൂ, ഞാനത് മോഹിക്കുന്നില്ല. അള്ളാന്റെ ഖുർആനിൽ ആയത്തിറങ്ങി, വമിനന്നാസ്, മനുഷ്യരിൽ ചിലരുണ്ട്, മയ്യശ്രീ നഫ്സഹു ബിതിഗാ മർളാത്തില്ലാ, അള്ളാന്റെ തൃപ്തി കിട്ടാൻ വേണ്ടി സ്വന്തം ജീവനെ വിറ്റുകൊടുക്കുന്നവരാണ്. വല്ലാഹു റഊഫും ബിൽ ഇബാദ്, അള്ളാഹു അവിടുത്തെ ദാസന്മാരോട് നല്ല ദയ ഉള്ളവൻ തന്നെയാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് മുമ്പിലാണ് ഈ വാർത്ത അറിഞ്ഞ. നബി തങ്ങൾ പറഞ്ഞു, റബിഹ സുഹൈബ്, റബിഹ സുഹൈബ്. നമ്മളാണെങ്കിൽ പറയും, എന്തൊരു പൊട്ടനാണ് അയാൾ, ഇത്രയും പണമൊക്കെ അവർക്ക് കൊടുത്തു പോവുകയാണോ? നബി തങ്ങൾ പറഞ്ഞു, സുഹൈബ് ലാഭം കൊയ്തു. ഇത്രയും സമ്പത്ത് അവർക്ക് ഇട്ടെറിഞ്ഞു കൊടുത്തു പോന്നിട്ടും ദീന് മുറുകെ പിടിച്ചപ്പോ റബിഹ സുഹൈബ്, സുഹൈബ് ലാഭം കണ്ടവനായി മാറി എന്നാ പഠിപ്പിച്ചത്. സുഹൃത്തുക്കളെ, മഹാനായ യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം എന്തു മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി. യാസിർ റളിയല്ലാഹുവിന്റെ കുടുംബത്തിലെ ആലു യാസിർ കുടുംബം അനുഭവിച്ച ത്യാഗം എത്രയായിരുന്നു. ശരീരത്തിൽ, പച്ചയായ ശരീരത്തിൽ ഇരുമ്പിന്റെ ദണ്ടുകൾ വെച്ച് പഴുപ്പിച്ച് കയറ്റിക്കളഞ്ഞു. ശരിയായി തലക്ക് നടുവിൽ കീറിക്കളഞ്ഞു അവർ, ഈ ഇസ്ലാമിൽ നിന്ന് മാറിവിട്ട് വരാൻ വേണ്ടിയിട്ട്. അവർ എത്ര മാർഗങ്ങൾ, മഹാനായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ സ്വത്ത്, വീട്ടിലെ എന്തെല്ലാം സുഖ സൗകര്യങ്ങൾ എല്ലാം ഇട്ടെറിഞ്ഞ് ഉടുത്ത വസ്ത്രവുമായി കൊണ്ട് ആ മനുഷ്യൻ ഹിജറ പോയ ചരിത്രമുണ്ട്. അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം ഹിജറ പോയ ചരിത്രമുണ്ട്. എല്ലാം ഇട്ടെറിഞ്ഞ് എന്റെ ദീനാണ്, എന്റെ ആദർശമാണ് എനിക്ക് വലുതെന്ന് അവരൊക്കെ പ്രഖ്യാപിച്ചു. ഞാനിത് പറഞ്ഞത് നമ്മളെ കുറിച്ചൊന്ന് ആലോചിച്ചു. നമ്മളെ സ്ഥിതി എന്താ? നമ്മുടെ അവസ്ഥ എന്താ? ദീനിനെതിരെയുള്ള വില കുറഞ്ഞ പരിഹാസങ്ങൾ കേൾക്കുമ്പോഴേക്ക്, ദീനുമായി ബന്ധപ്പെട്ട ചെറിയ ഒരു വിമർശനം വരുമ്പോഴത്തേക്ക് നമുക്ക് നോവുന്നുണ്ടോ? സഹിക്കാൻ പറ്റുന്നില്ലേ? ഭാര്യക്ക് വേണ്ടി താടി വടിച്ച് നടക്കുന്ന മനുഷ്യന്മാരുണ്ടെങ്കിൽ ആലോചിച്ചു, നമുക്ക് എന്താ ആദർശമുള്ളത്? ഭർത്താവിന് വേണ്ടി മോശപ്പെട്ട വസ്ത്രം ധരിച്ച് നടക്കുന്ന, അയാളുടെ ഇഷ്ടം മാത്രം തലയിൽ വെക്കുന്നവളെ, അള്ളാന്റെയും റസൂലിന്റെയും ദീനിനെ വില കൊടുക്കാതെ നടക്കുന്ന പെൺകുടിമാരെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമുക്ക് ഈ ആദർശത്തിന് എന്ത് വിലയാണ് കൊടുക്കാൻ കഴിയുന്നത്? സ്വന്തം സുഹൃത്തുക്കളുടെ ഇഷ്ടങ്ങൾക്കും തൃപ്തിക്കും വേണ്ടി, കൂട്ടുകാരന്റെ ഇഷ്ടത്തിനു വേണ്ടി മതത്തിനെയും മതത്തിന്റെ ചിഹ്നങ്ങളെയും തള്ളിക്കളയുന്നവരെ നമുക്ക് എന്താദർശമാണുള്ളത്? ഇതിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കേണ്ടത്. 5 ഹിജറ നമ്മെ പഠിപ്പിക്കുകയാണ് സാഹോദര്യം. മദീനയിലേക്ക് എത്തുമ്പോൾ മുസ്ലിം അല്ലാത്തവര് വരെ ഈ തപ്പനന്റെ മേലെ കയറിയിട്ട് കാണാത്ത ഒരാളെ കാണാൻ കാത്തിരിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജൂതന്മാര് ആദ്യം കണ്ടവരുടെ പേരുകളിൽ ജൂതന്മാരുടെ പേരുണ്ട്. അവർ പോലും ഒരു മഹാനേതാവിനെ കാത്തിരിക്കുകയായിരുന്നു. അവിടെ എത്തി, മദീനയിലെത്തി, ഹിജറ ചെയ്ത് വന്ന സമയത്ത് വീട് കൊടുക്കാൻ അവർ സന്നദ്ധരായി, സമ്പത്ത് കൊടുക്കാൻ സന്നദ്ധരായി. ഞങ്ങളുടെ വീട്ടിലാകണമെന്ന് വാശി പിടിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിച്ചുകൊണ്ടിരുന്ന ഒട്ടകപ്പുറത്ത് കയറി പോകുമ്പോ ഒട്ടകത്തിന്റെ കയറിൽ പിടിച്ച് ഓരോരുത്തരും വലിക്കാൻ തുടങ്ങി. ഇന്ന് എന്റെ വീട്ടിലേക്ക്. നബി തങ്ങൾ പറഞ്ഞു, ഒട്ടകത്തിന് വിട്, അത് എവിടെയാണോ നിൽക്കുന്നത് അവിടെ ഞാൻ ഇറങ്ങാം, അവിടെ ഞാൻ താമസിക്കാം. എന്ത് നോക്കൂ നിങ്ങൾ, ഒരു കുടുംബമല്ല, പരിചയമല്ല, ഫ്രണ്ട്സ് അല്ല, ഒന്നുമല്ലാത്തവരെ ഇത്ര സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? സാഹോദര്യം.
നമ്മൾ മുഅ്മിനീങ്ങളാണ്, ഞങ്ങൾ മുസ്ലിങ്ങളാണ്. മുസ്ലിമാണ് എന്നറിഞ്ഞാലുണ്ടാകുന്നൊരു വികാരം, ഓൻ ഏത് നാട്ടുകാരനായിക്കോട്ടെ, അന്യ സംസ്ഥാനക്കാരനാവട്ടെ, അന്യ ജില്ലക്കാരനാവട്ടെ, ഒരു മുസ്ലിമിനോടുണ്ടാവേണ്ടുന്ന ഇസ്സത്ത് നമുക്കുണ്ടാക്കാൻ അൽ മുഅ്മിനൂ ലിൽ മുഅ്മിനീ കൽ ബുനിയാനി യശുദ്ദു ബഅദഹും ബഅദാ. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിന് ഒരു കെട്ടിടം പോലെ വളരെ ഭദ്രമായി ഉണ്ടാകേണ്ട ബന്ധമാണ്. വിളിച്ച വരാത്ത രൂപത്തിലുള്ള ബന്ധം, ദീനിനെ പരിഗണിച്ചുകൊണ്ടാവണം നമ്മുടെ ബന്ധം. പണവും പത്രാസും നോക്കിയുള്ള ബന്ധമല്ല. നമ്മുടെ സൗഹൃദങ്ങൾ ആദർശത്തിന്റെ പേരിലാവണം. ആദർശമുള്ളവരുടെ താങ്ങും തണലുമായി നമ്മൾ മാറണം. പ്രാർത്ഥിക്കാൻ ഒരിക്കലും മടി കാണിക്കേണ്ടതില്ല. കുറച്ചൊന്നും നമ്മൾ വേദനകളും പ്രയാസങ്ങളും സഹിക്കാതെ മുഹാജിറാകാതെ നമുക്ക് ജീവിക്കാൻ കഴിയൂല. ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ്. ചിലരൊക്കെ പറയാൻ തുടങ്ങി, ഇന്ത്യ രാജ്യത്ത് നമുക്ക് ജീവിക്കാൻ പറ്റൂല, നമ്മളൊക്കെ ഹിജറ പോണം. തെറ്റിദ്ധരിപ്പിക്കുക. ഇവിടെ ഇസ്ലാമികമായി ഇപ്പോഴും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ മുസ്ലിമായി ജീവിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്തിനൊരു തെറ്റിദ്ധരിപ്പിക്കൽ നടന്നുകൊണ്ടിരിക്കുന്നു? ഹിജറയുടെ അടിസ്ഥാന ഘടകം, ഇന്ന് നമ്മൾ ചെയ്യേണ്ടുന്ന ഹിജറ നാട് വിട്ടുപോക്കല്ല. ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് ഇസ്ലാം വിധിവിലക്കുകൾ പറഞ്ഞ തിന്മകൾ ഒരുപാട് പേര് അധികരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്നൽ മുഹാജിറ മൻ ഹജറ മാ നഹല്ലാഹു അൻ. ഒരു മുഹാജിർ എന്ന് പറഞ്ഞാൽ അവൻ തന്റെ തിന്മകളോട് വിട്ടുനിൽക്കലാണ് ഇന്നത്തെ ഹിജറ. സഹോദരങ്ങളെ, ഇതൊക്കെ പഠിപ്പിക്കുന്ന ഒരു മുഹറം മാസം, അള്ളാഹുവിന്റെ അടുത്ത് പവിത്രമായി അള്ളാഹു തആല പറഞ്ഞ ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസമായ ഷഹ്ർ, അത് മുഹറം മാസത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഈ മാസം ഒരാള് മോശാണെന്ന് പറയുകയാണെങ്കിലോ, ഇത് നഹ്സിന്റെ മാസമാണ്, ഈ ദിവസങ്ങൾ ശരിയല്ല. മുഹറം 1 മുതൽ 10 വരെ സുയാമ്, 2 പ്രധാനപ്പെട്ട സുന്നത്ത് നോമ്പ് വരുന്ന ദിവസങ്ങളാണ് 1 മുതൽ 10 വരെ. പക്ഷേ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ മുഹറം 10ന്റെ അന്ന് കർബലയിൽ വെച്ചുകൊണ്ട് കൊല്ലപ്പെട്ടപ്പോ ഷിയാക്കൾ പറഞ്ഞു, ഞങ്ങൾക്ക് മുഹറം 10 നഹ്സാണ്, മോശപ്പെട്ട ദിവസമാണ്, കരിങ്കൊടിയുടെ ദിവസങ്ങളാണ്. എന്നാൽ കേരളത്തിൽ നമുക്കെന്തിനാണ് നഹ്സ്? ആലോചിച്ചോക്ക്. കേരളത്തിന്റെ ചില പ്രസ്ഥാനങ്ങളുടെ കലണ്ടറിന്റെ താഴെ എഴുതി വെച്ചു, ഇന്ന ദിവസങ്ങൾ മോശം ദിനങ്ങളാണ്, അവസാനത്തെ ബുധൻ മോശമാണ്, എല്ലാ അറബി മാസത്തിലെയും 21 മോശമാണ്. അങ്ങനെ തീയതികൾ എഴുതി വെച്ചു അവർ കലണ്ടറിനകത്ത്. അതിൽ ദുൽഹിജ്ജയിലെ ദിവസങ്ങൾ എഴുതി വെച്ചു, റമദാനിലെ ദിവസങ്ങൾ എഴുതി വെച്ചു. എന്ത് മോശം ദിനങ്ങളാണ്. എന്തിനേറെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പെരുന്നാൾ വന്നത് ശനിയാഴ്ചയായിരുന്നു. അവരുടെ ആദർശപ്രകാരം ശനിയാഴ്ച പുതിയ വസ്ത്രം ധരിക്കുന്നത് മോശമാണ്, ആ വസ്ത്രം നശിക്കാനും തകർച്ച ഉണ്ടാക്കാനും പറ്റുമെന്നൊക്കെയാണ് അവരുടെ പാട്ടുകാരും അവരുടെ പിന്നെ തഴവ ഉസ്താദിന്റെ വരികളും പ്രസംഗങ്ങളിലൊക്കെ അവർ പറയാറുണ്ട്. ഈ വിശ്വാസം ആരുടേതാണ്? മഹാനായ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുന്നത് ഫഇന്നഹാ മിൻ സുന്നത്തിൽ യഹൂദ്, ഇത് ജൂതന്മാരുടെ പരിപാടിയാണ്. അവർക്ക് അങ്ങനെ കുറെ ദിവസങ്ങളുണ്ട്, പറ്റാത്ത ശകുനമുള്ള ദിവസങ്ങൾ. അവർ വീട് താമസിക്കാത്ത, അവർ കല്യാണം നടത്താത്ത, അവർ കച്ചവടത്തിന് പോകാത്ത മോശം ദിനങ്ങൾ ജൂതന്മാർക്കുണ്ട്. ലാ അലൽ മുസ്ലിമീനൽ മുതവക്കിലീന അലല്ലാഹ്, അല്ലാഹനെ തവക്കുലാക്കി ജീവിക്കുന്ന ഒരു മുസ്ലിമിന് ഒരു ദിവസവും മോശമല്ല. അവനക്ക് നഹ്സില്ല. ആളുകൾ വീട് താമസാക്കാൻ വിളിക്കും, ഏത് ദിവസമാണ് നല്ലത്? എല്ലാ ദിവസവും നല്ലതാ. കല്യാണം തീരുമാനിക്കുമ്പോൾ ഏത് ദിവസം നല്ലത്? എല്ലാ ദിവസവും നല്ലതാ. നമ്മൾ പ്രഭാതത്തിൽ തവക്കുലാക്കി പ്രാർത്ഥനകളും ദിക്റുകളും ചൊല്ലി ഖുർആൻ പാരായണം ചെയ്ത് ജീവിക്കുന്ന എല്ലാ ദിവസവും നമ്മൾ നന്മയിലാണ്. നമ്മൾ ഇതൊന്നുമില്ലാതെ ഏത് ദിവസം നല്ലത് നോക്കിയാലും നമുക്കതിൽ മോശക്കേടുകളെ വരൂ. അള്ളാഹുവിന്റെ സംരക്ഷണത്തിന് നമ്മൾ കാരണക്കാരാവണം. അള്ളാഹുവിന്റെ ദീനിനെ നമ്മൾ പഠിക്കണം. ഇസ്ലാമിന്റെ ഷിആറുകൾ നമുക്ക് ബഹുമാനിക്കാൻ കഴിയണം. അള്ളാഹു നമുക്ക് നൽകിയ ഈ വിവരവും കഴിവും ശേഷിയും എല്ലാം അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ഒരു ദാസനായി മാറുവാനുള്ള ശ്രമമായി മാറണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ
ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കണേ എന്ന് എന്നെ മറക്കാതെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അന്തിമ പ്രവാചകനായ നബിയുൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊരു ദീന് പഠിപ്പിച്ചു തന്നു. ആ ദീന് നബി അവിടുന്ന് സ്വന്തം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒന്നല്ല. അത് വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രമാണമായി കൃത്യമായി അള്ളാഹ് പഠിപ്പിച്ച് ജിബ്രീലിലൂടെ അത് നബിതങ്ങൾക്ക് കൊടുത്ത് അവിടുന്ന് സ്വഹാബത്തിൽ അത് പഠിപ്പിച്ചു കൊടുത്ത മാതൃകയുള്ള ഒരു മതമുണ്ട്. ആ മാതൃകയായി ജീവിച്ചവരെ പിൻപറ്റാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന നമ്മൾ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നത്. നബി പഠിപ്പിച്ച സ്വഹാബത്ത് മാതൃകയായി കൊണ്ട ആ മതമാണ് സിറാത്തുൽ മുസ്തഖീം. വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ, ഇതാണ് ഞാൻ പഠിപ്പിച്ച ഈ ദീനാണ് ശരിയായ സിറാത്തുൽ മുസ്തഖീമിന്റെ നേരായ മാർഗം. നിങ്ങളെന്താ ചെയ്യേണ്ടത്? ഫത്തബിഊ, നിങ്ങളത് പിൻപറ്റണം. എന്നിട്ട് പറഞ്ഞു വലാ തത്തബിഉസ് സുബുല, പിഴച്ച ഒരുപാട് വഴികൾ ഉണ്ടാകും നാട്ടില്, നിങ്ങളത് പിൻപറ്റരുത്. ഫതഫറഖ ബിക്കും, അതുകൊണ്ട് നിങ്ങൾ ഭിന്നിച്ചു പോകും. യഥാർത്ഥ ദീൻ എല്ലാവരും മുറുകെ പിടിച്ച ഐക്യത്തിലാകും. ആ ദീനെന്ന് മാറിയിട്ട് ഓരോരുത്തർ അവനവന്റെ സൗകര്യത്തിന് ഇങ്ങനെ വേറെ വേറെ മാർഗം സ്വീകരിക്കാൻ തുടങ്ങിയാൽ ഫതഫറഖ ബിക്കും അൻ സബീലി, ആ പഠിപ്പിച്ച മാർഗത്തിൽ നിന്ന് നിങ്ങൾ പിളർന്നു പോകും. ദാലികും വസാകും ബിഹി ലഅല്ലകും തത്തഖൂൻ, ഇത് നിങ്ങൾ തഖ്വയുണ്ടാകാൻ വേണ്ടി നിങ്ങൾക്ക് അല്ലാഹുവിന്റെ വസിയത്താണ്. സിറാത്തുൽ മുസ്തഖീം മുറുകെ പിടിക്കാനാ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്ന് മാറിയിട്ട് മുമ്പ് കാലം മുതലേ ഓരോരുത്തരും അവരവരുടെ യുക്തി കൊണ്ട് ചില ആശയങ്ങൾ ഉണ്ടാക്കും. ഇസ്ലാമിനകത്തും പുറത്തും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ട് ഖുർആനിന്റെ ആയത്തുകൾ വ്യാഖ്യാനിക്കും. അവരവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ഹദീസുകൾ ദുർവ്യാഖ്യാനിക്കും. അങ്ങനെ പുതിയ പുതിയ സംഘങ്ങളായി തിരിഞ്ഞുപോയ ബിദ്അത്തിൻ്റെതായ കക്ഷികൾ നാട്ടിലെമ്പാടുമുണ്ട്. അല്ലാഹുവിന്റെ പ്രമാണങ്ങളെ ശരിയായ രൂപത്തിൽ നിന്ന് മനസ്സിലാക്കാതെ പോയാൽ മാ അന അലൈഹിൽ യൗമ വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും നിലക്കൊണ്ട മാർഗമാണ് ശരിയുടെ സത്യത്തിന്റെ മാർഗം. അതിന്ന് തെറ്റിയിട്ട് അവരവരുണ്ടാക്കുന്ന ഓരോ ആശയങ്ങളും അവരുടെ അനുയായികളെയും പിൻപറ്റി നടന്നാൽ നാശത്തിലേക്കാണ് ഒരു മുഅ്മിൻ പോവുക. അങ്ങനെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഖവാരിജ് എന്ന് പറയുന്ന ഒരു സംഘം ഉണ്ടായി. അവര് ഹിജറ 37 കൂഫയിലാണ് തുടക്കം കുറിച്ചത്. നബിതങ്ങളുടെ വഫാത്ത് കഴിഞ്ഞ് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം നടക്കുന്ന കാലത്ത് ഹിജറ 37 ഒരു സംഘം പൊട്ടിപ്പുറപ്പെട്ടു. അവർ പറഞ്ഞു അലി റളിയല്ലാഹു അൻഹു ശരിയല്ല. ഹിജറ 37 തുടങ്ങിയിട്ടുണ്ട്. ഇസ്ലാമിക ഭരണാധികാരിയായിരുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചത്തേക്കായിരുന്നു അദ്ദേഹം ശരിയല്ല. എന്നിട്ട് കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട് അലി റളിയല്ലാഹു അൻഹുവിനെതിരെ സമരം പ്രഖ്യാപിച്ച ഒരു സംഘമായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ദുൽ ഹുവൈസറയെ പോലെയുള്ള പിഴച്ചവർ ഇതിന് മുൻപിൽ നിന്ന് പടനയിക്കാൻ തുടങ്ങി. അതിവാദങ്ങൾ കൊണ്ടുവന്നു. എന്ന് മാത്രല്ല, ഖവാരിജ് എന്ന ഇവരുടെ ടീമിൽ പെടാത്തവരെല്ലാം കാഫിറാണ്. ആയിരക്കണക്കിന് സ്വഹാബിമാരെ ഇവർ കാഫിറാക്കി. കാരണം എന്താ? നിങ്ങൾ ഞങ്ങളെ കൂടെ നിൽക്കാത്തത് കൊണ്ട്. പിഴച്ച യഥാർത്ഥ വക്താക്കളായി അന്നവർ രംഗത്ത് വന്നു. പിന്നീട് ഖദരിയാക്കൾ, മുർജിയാക്കൾ, ജഹമിയാക്കൾ എന്നൊക്കെ പറഞ്ഞ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നിന്ന് പല കാരണങ്ങൾ കൊണ്ട് തെറ്റിപ്പോയവരുണ്ടായി. മുഅ്തസിലാക്കൾ എന്നറിയപ്പെടുന്നവർ ഹിജറ 105 ഇറാഖിൽ പൊട്ടിപ്പുറപ്പെട്ടു. അവരും ഈ ദീനിന്റെ അവസ്ഥകളെ മനസ്സിലാക്കാതെ ഇതിൽ നിന്ന് പിഴച്ചുപോയി. അതുപോലെ തന്നെ റാഫിദിയാക്കൾ, നമ്മൾ ഇന്ന് വിളിക്കുന്ന ഷിയാക്കൾ, ഇതുപോലെ ഇസ്ലാമിന്റെ മേലാപ്പണിഞ്ഞ് പിഴച്ച ഒരുപാട് വാദങ്ങളുമായി അവർ രംഗത്ത് വന്നു. റാഫിദിയാക്കൾ എന്നാണ് അന്ന് അവരെ വിളിച്ചിരുന്നത്. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, അവർക്ക് വ്യക്തികളെ പൂജിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. അവർക്ക് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു അവരുടെ കേന്ദ്രം. അവർ അലി റളിയല്ലാഹു അൻഹുവിനെ വലിയായി മുദ്രകുത്തി. അലി റളിയല്ലാഹു അൻഹു ആണ് യഥാർത്ഥ ഖലീഫ, ബാക്കിയുള്ളവരൊന്നും ശരിയല്ലെന്ന് പ്രഖ്യാപിച്ചു. നബി കുടുംബത്തിലുള്ള വ്യക്തികളുടെ കബറുകൾ കെട്ടിപ്പൊക്കി മഖാമുകൾ ഉണ്ടാക്കി, ദർഗകൾ ഉണ്ടാക്കി.
ബാക്കിയുള്ളത് വേണ്ട. ഹസൻ, ഹുസൈൻ, ഫാത്തിമ, അലി, ഈ 4 ആളുകൾ അവരുടെ ലേബലിൽ വന്നു. ബാക്കിയുള്ളവരൊക്കെ കൊള്ളാത്തവരായി അവർ മുദ്രകുത്തി. എന്ന് മാത്രവുമല്ല, ഹിജറ 37 കൂഫയിൽ നിന്ന് തുടക്കം കുറിച്ചു. അതിന് തുടക്കം കുറിച്ചവൻ അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന് പറയുന്ന ജൂതൻ ഇസ്ലാമിന്റെ വേഷം കെട്ടി ഞാൻ മുസ്ലിം ആയിക്കണു, ഞാൻ പുതിയ മുസ്ലിമാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്ന് മുസ്ലിമീങ്ങൾക്കിടയിൽ നരനായാട്ടിന് പ്രാധാന്യം കൊടുത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ കൊന്നിട്ടാണ് ആ മനുഷ്യൻ വിശ്രമിച്ചത്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ. ചരിത്ര സംഭവങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നും ഇറാനിൽ അതിന്റെ പിന്തുടർച്ചക്കാരാണ്. ഞാനിത് രാഷ്ട്രീയം പറയല്ല, മതമാണ് ഞാൻ സംസാരിക്കുന്നത്. ഇറാനിൽ റാഫിദിയാക്കളാണ്, ഇസ്രായേലിൽ യഹൂദികളാണ്. ഇതിന്റെ ഇടയിൽ നമുക്കെന്താണ്? 2 ഭാഗത്തും ഇസ്ലാമിന് ശത്രുതയുണ്ടാക്കുന്ന ഒരു സംഘമായി ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം. യഹൂദികളോട് നമുക്ക് അങ്ങേയറ്റത്തെ വെറുപ്പുണ്ട്. റാഫിദിയാക്കളോടും നമുക്ക് ഇഷ്ടമില്ലാത്ത ഒട്ടനേകം സംഭവങ്ങളുണ്ട്. സിറിയയിൽ, ലബനാനിൽ, ജോർദാനിൽ എത്രയോ സുന്നികളെ അല്ലെങ്കിൽ അഹ്ലുസുന്നയെ കൊന്നുകളഞ്ഞ് എത്രയോ ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയതിൽ റാഫിദിയാക്കൾക്ക് പങ്കുണ്ട്. ആര് പറയും? ഇനി അത് മാത്രമല്ല, ഇസ്ലാമിന്റെ മുഖമൂടി അണിഞ്ഞ് അല്ലെ, വേഷമൊക്കെ കാണുമ്പോ നല്ല തൊപ്പിയുണ്ട്, സ്ത്രീകളെ കാണുമ്പോ നല്ല മുഖമക്കനെയൊക്കെ ഉണ്ട്, അപ്പൊ അവരാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ വക്താക്കൾ എന്ന് ആർക്കെങ്കിലും ഒക്കെ തോന്നുമെങ്കിൽ, ഹിജറ 309 മരണപ്പെട്ട അവരുടെ നേതാവ് അൽ കുലൈനി ഇവിടെ ഒരു ഗ്രന്ഥം തന്നിട്ടാ പോയത്. അൽ കാഫി എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. നമ്മളൊക്കെ സഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന പോലത്തെ ഗ്രന്ഥ അവർക്ക്, ഷിയാക്കൾക്ക്. അവർ അതിൽ പറയുന്നു, നിങ്ങളുടെ കയ്യിലുള്ള ഖുർആൻ ശരിയല്ല, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്ന 6200ഓളം വരുന്ന ആയത്തുള്ള ഖുർആൻ ശരിയല്ല. യഥാർത്ഥ ഖുർആൻ ഇതിന്റെ 3 ഇരട്ടിയുണ്ട്. ആ ഖുർആനിന്റെ പേര് ഫാത്തിമത്തു മുസ്ഹഫുൽ ഫാത്തിമിയ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിക്ക് മാത്രം പഠിപ്പിച്ചു കൊടുത്ത ഖുർആനാണ്. എന്തൊക്കെ വികലവാദങ്ങളാ! ഇത് കൊണ്ട് നടക്കുകയും അലി റളിയല്ലാഹു അൻഹു വിലായത്ത് ആ ഖുർആനിലുണ്ട്, നിങ്ങൾ ഖുർആനിൽ അത് ഇല്ലാത്തത് കൊണ്ടാണ് എന്നവർ വാദിക്കുകയും ഇപ്പോഴും അവരുടെ ബാങ്കുകളിൽ വരെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി കഴിഞ്ഞാൽ അഷ്ഹദു അന്ന അലിയം വലിയുള്ളാഹി എന്ന് പ്രഖ്യാപിക്കുന്നവരാണ് അവർ. എന്ന് മാത്രല്ല, അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും മജ്മഈൻ, ഈ സ്വഹാബത്തിനെ, ഈ ഖലീഫമാരെ കാഫിറുകളാണെന്ന് പ്രഖ്യാപിച്ചവരാണ് റാഫിദിയ ശിയാക്കൾ. കാഫിറാണ്. എത്ര വലിയ ക്രൂരമായ വാക്കായിരുന്നു! എന്തിനേറെ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്ന് ക്രൂരമായ കൊലപാതകം ചെയ്തിട്ട് ആ മനുഷ്യൻ ഇസ്ലാമിന്റെ ശത്രുവായ അബൂലു എന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകന്റെ മഖാമുണ്ടാക്കിയിട്ട് ആ മഖാമിനെ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ് പ്രശംസിക്കുന്നവരാണ് ഷിയാക്കൾ. നമുക്ക് കാണുമ്പോ എല്ലാവർക്കും നല്ല മൊഞ്ച. പഠിക്കണം ഇതിന്റെ യഥാർത്ഥ ചരിത്രം. ഇവരുടെ ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പതുക്കെ പതുക്കെ നമ്മൾ പറഞ്ഞ നഹ്സ്വാദവും അതുപോലെ തന്നെ മഖാമുകളും ഉറൂസുകളും മറ്റു മാലകളും ഗദ്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതിൽ കേമന്മാരാണ് ഷിയാക്കൾ. അവർ പതുക്കെ പതുക്കെ ഈ രംഗത്തേക്ക് കൊണ്ടുവരികയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരിക്കലും ഇവരെ പ്രശംസിക്കുന്നവരായി നമ്മൾ മാറരുത്. പ്രിയപ്പെട്ടവരെ, മക്കയും മദീനയും പിടിച്ചടക്കി തകർക്കാൻ ശ്രമിക്കുന്നവരാണ് റാഫിദിയ ഷിയാക്കൾ. അവരെ പ്രശംസിക്കുന്ന, അവരോട് ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ഒരു കൺകുളിർമ തോന്നുന്നുണ്ടെങ്കിൽ അറിഞ്ഞോളുക, അവരുടെ അകത്തുള്ള അവരുടെ ആശയ പാപ്പരത്വവും എത്രത്തോളം എന്ന് വെച്ചാൽ അവർക്ക് ഇസ്രായേലിനേക്കാൾ അവർക്ക് വെറുപ്പുള്ളവരാണ് സൗദിയും ഖത്തറും ബഹ്റൈനും ഒമാനും അടങ്ങുന്ന GCC രാജ്യങ്ങൾ. പതുക്കെ പതുക്കെ അവർ ഉപദ്രവിക്കുമെന്നുള്ളത് ചരിത്രം കൊണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ബുദ്ധിയുള്ള നമ്മളൊക്കെ ചിന്തിച്ചു നോക്കുക. ഇറാനിന്റെ ചരിത്രം പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇറാനിൽ നമ്മൾ ഇന്ന് പറയുന്നത് പോലെ ഈ യഥാർത്ഥ ഖുർആനിന്റെ വക്താക്കൾക്ക് പള്ളിയില്ല. ജൂതന്മാർക്ക് 25-30 സിനഗോഗുകളുണ്ട്. ഷിയകളുടെ പള്ളികളല്ലാത്ത മറ്റൊരു പള്ളി അവിടെ അവർ കൊടുക്കൂല. അത്രക്ക്
വാക്ക് ശക്തമായ വലിയ വിമർശനത്തിന്റെ വക്താക്കളായ അവർ ഇന്ന് നമുക്ക് ആർക്കെങ്കിലും തോന്നണം അവരാണ് ചുണക്കുട്ടികൾ, അവരാണ് ആൺകുട്ടികൾ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. എത്രയോ സൗദി അറേബ്യയിൽ ചെയ്ത് എത്രയോ നന്മകളുണ്ട്, എത്രയോ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്, എത്രയോ ഇസ്ലാമികമായ ഫലസ്തീൻ അടക്കമുള്ള വിഷയങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുത്ത ഒട്ടനേകം സംഭവമുണ്ട്. ഇതൊന്നും നമ്മൾ ആരും വാർത്തകളിലൂടെ മാധ്യമങ്ങളിലൂടെ അറിയില്ല, നമ്മൾ ആരും അത് പ്രചരിപ്പിക്കുക പോലുമില്ല. എങ്കിൽ അറിയുക, അള്ളാഹുവിന്റെ ഈ ദീനിനെ യഥാർത്ഥ രൂപത്തിൽ പഠിച്ച് അതിന്റെ പ്രമാണങ്ങളുടെ കൂടെ നിൽക്കാനാണ് ഒരു മുഅ്മിനിന്റെ മനസ്സ് എപ്പോഴും ശ്രമിക്കേണ്ടത്. ഒരു രാജ്യത്തും യുദ്ധം ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാം നിരപരാധികളാണ് വധിക്കപ്പെടുന്നത്, പിഞ്ചു കുട്ടികളാണ്. എല്ലാ രാജ്യത്തെയും നമ്മൾ വായിച്ചു നോക്കും, നിരപരാധികളാണ് പീഡിപ്പിക്കപ്പെടുന്നത്. ഒരു നാടിനെ നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് അവിടെ യുദ്ധങ്ങൾ ഉണ്ടാകണമെന്നല്ല നമുക്ക് പറയാനുള്ളത്. നമുക്ക് ജയങ്ങളും പരാജയങ്ങൾക്കപ്പുറത്ത് നാട്, രാജ്യം, ലോകം യുദ്ധമില്ലാത്ത സമാധാന ഭൂമിയായി മാറേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിവേകമുള്ള, പക്വതയുള്ള, ചിന്താശേഷിയുള്ള നല്ലവരായ മുഅ്മിനീങ്ങളിൽ, മുസ്ലിമീങ്ങളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ, അല്ലാഹുവേ അവരുടെ പ്രയാസങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. നമ്മുടെ ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്ന നിലക്ക് പള്ളികൾ ഏത് കാലഘട്ടത്തിലും നമ്മൾ സംരക്ഷണ ചുമതലയുള്ളവരാണ്. നമ്മൾ ഓരോരുത്തരും പള്ളി പരിപാലനത്തിന്റെ ഫണ്ടിലേക്ക് അകമഴിഞ്ഞ് ഉദാരമായി ആത്മാർത്ഥമായ ഒരു സംഭാവന, സഹായം ഇന്ന് നമ്മൾ എല്ലാവരും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന CRE എന്ന വിജ്ഞാന ക്ലാസ് എല്ലാ ഞായറാഴ്ചകളിലും 9:30 മണിക്ക് നടന്നു തുടങ്ങിയിട്ടുണ്ട്. പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളെ അതിലേക്ക് എത്തിക്കാൻ രക്ഷിതാക്കൾ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിന്റെ ക്ലാസ്, പുതിയ സൂറത്ത് ഹജ്ജ് ആരംഭിച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ പരമാവധി ശനിയാഴ്ചകളിൽ സുബ്ഹ് നമസ്കാരത്തിന് ശേഷമുള്ള ക്ലാസ്സിലേക്ക് വരാൻ ശ്രമിക്കുക. അള്ളാഹു നമുക്ക് നല്ല അറിവും ഉൾക്കാഴ്ചയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിത മേഖലകളിലെല്ലാം ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. പാപങ്ങളെല്ലാം അള്ളാഹുവെ ഞങ്ങൾക്ക് പുറത്ത് മാപ്പ് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ കരുണ കാണിക്കണേ റഹ്മാനെ. ലോകത്തുടനീളം സമാധാനം നീ നിലനിർത്തി തരണമേ റഹ്മാനെ. അള്ളാഹുവെ ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. اللهم دمر أعداءك وأعداء الدين. اللهم ربنا توفنا مسلمين والحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد والحمد لله رب العالمين.